പ്രതിഷേധങ്ങൾക്കിടയിലും ആറന്മുളയിൽ വള്ളസദ്യ വിഭവങ്ങളുമായി ദേവസ്വം ബോർഡിന്റെ സദ്യ. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 250 പേർക്കാണ് സദ്യ വിളമ്പിയത്. അതേസമയം ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെ ക്ഷേത്രവളപ്പിൽ പള്ളിയോട സേവാ സംഘം പ്രവർത്തകർ പരസ്യ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആറന്മുള ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ഊട്ടുപുരയിലാണ് വള്ളസദ്യ വിഭവങ്ങളോടെ സദ്യ ആരംഭിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനിടയിലും തടസ്സമില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ആളുകൾ എത്തിയിട്ടുണ്ട്. ഓൺലൈനിലടക്കം ബുക്കിംഗ് ഉണ്ട് എന്നുള്ളതിനാൽ തന്നെ താല്പര്യപ്പെട്ട് 250 രൂപ അടയ്ക്കാൻ തയ്യാറായി മുൻകൂട്ടി ബുക്ക് ചെയ്ത മുഴുവൻ പേർക്കും അത്തരത്തിലൊരു ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ വലിയ തോതിൽ ആളുകൾ താല്പര്യപ്പെട്ട് എത്തുന്ന സ്ഥിതിക്ക് ഒരു പരിഹാരം കാണുക, പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക, ആ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് വള്ളസദ്യ വിഭവങ്ങൾ അണിനിരത്തി സദ്യ തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. ഇവിടെ റൂമെല്ലാം എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സമിതിയും ചേർന്ന് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഞങ്ങൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ഭക്ഷണം തരാനായിട്ട്. ഇതാണ് പറയുന്നത്. ഇത് സൗകര്യപ്രദമായി എന്നാണോ അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത്. ഇതിന് മുൻപ് ഇവിടെ വരികയോ വള്ളസദ്യയുടെ ഭാഗമാവുകയോ ചെയ്തിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്താണ് പ്രതിഷേധമൊക്കെ ഉയർന്നു വന്നിരുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സമിതി ഭാരവാഹികളുമായി ബോർഡ് തലത്തിൽ ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് വഴിപാട് നടത്താൻ വേണ്ടി എടുത്തത്. അതായത് പള്ളിയോട വിഭവങ്ങൾ ഉൾപ്പെടെയുള്ള പെയ്ഡ് സദ്യ, അതായത് പാഞ്ചജന്യ ഊട്ടുപുരത്തിൽ ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് നടത്താൻ വേണ്ടി ധാരണയായതിൻ്റെ പുറത്താണ് നമ്മൾ ഓൺലൈൻ ബുക്കിങ്ങും അല്ലാതെ നടത്തിയത്. വള്ളസദ്യ നടത്തുന്നുവെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് വ്യാജ പ്രചരണം നടത്തി കൂപ്പൺ വിറ്റ് ഭക്തജനങ്ങളെ പൈസ കളക്ട് ചെയ്ത് വള്ളസദ്യ നടത്തുന്നതിനാണ് പള്ളിയോട സേവാ സംഘം എതിര്. എതിർപ്പറിയിക്കുന്ന പള്ളിയോട സേവാ സംഘമാണെങ്കിൽ പോലും KSRTCയുമായി സഹകരിച്ച് ഇതേ വിഭവങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് കൊടുക്കുന്നുണ്ട്. അത് ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റായ പ്രചരണങ്ങളാണ്. നമ്മുടെ കീഴ്വഴക്കങ്ങളൊന്നും മാറ്റാതെ നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറമായി ഒന്നുമില്ല. പക്ഷേ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്, ദേവസ്വം ബോർഡ് നമ്മൾ അതിൻ്റേതായ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി ഇവിടെ അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവരിപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികളിൽ നിന്നും അല്പം പിന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.